ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവിക്കുള്ള ആഹാരമൊക്കെ ആയിട്ട് മീനു ദേവിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വാരി കൊടുക്കാൻ തുടങ്ങുമ്പം ദേവി പറയും, വേണ്ട മീനു, ഞാൻ തന്നെ കഴിച്ചോളാം. ഓഹോ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ആനന്ദേട്ടൻ വാരി തന്നാലേ ദേവി എടുത്ത് കഴിക്കുള്ളല്ലേ, ഈ പാവം മീനു വാരി തന്നാൽ കഴിക്കാലെന്നാണല്ലേ. എൻ്റെ പൊന്നോ, അങ്ങനെ ഒന്നുമില്ല, നീ എനിക്ക് വാരി തന്നോ, ഞാൻ കഴിച്ചോളാം എന്നപ്പോൾ ചിരിച്ചുകൊണ്ട് ദേവി പറയാം. അങ്ങനെ വഴിക്ക് വാ, ഇനി കുറച്ച് സമയത്തേക്ക് ഞാൻ ചേച്ചിയും ദേവിയെടുത്ത് എൻ്റെ അനിയത്തിവാ, ഈ ചേച്ചി പറയുന്നതൊക്കെ മര്യാദയ്ക്ക് അനുസരിച്ചോണം എൻ്റെ അനിയത്തി, കേട്ടോ. ആയിക്കോട്ടെ, എൻ്റെ ഈ ചേച്ചി പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാവേ എന്ന് പറയണേ. അങ്ങനെ രണ്ടുപേരും കൂടെ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീനു പറയും, ഇപ്പം മിത്ര കൂടി വേണ്ടതായിരുന്നു, അവളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എടുത്തി. അത് നേരാ, അവളെ ഞാനും മിസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് നമ്മളെ ഒന്നും കാണാതെ അധിക ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മീനു എന്ന് ദേവി അപ്പം പറയാം. എടുത്തി, നമുക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഇപ്പം വിളിക്കണോ? അല്ല, ട്രെയിനിങ്ങിൻ്റെ സമയം വല്ലതും ആണെങ്കിലോ? അതും ശരിയാ, ട്രെയിനിങ്ങിൻ്റെ സമയം എപ്പോഴൊക്കെയാണെന്ന് നമുക്കറിയില്ല എന്നപ്പം മീനു പറയാം. വൈകുന്നേരം അവൾ എന്തായാലും ഇങ്ങോട്ട് വിളിക്കുമ്പോഴേ അവളെ നമ്മൾ എപ്പോഴാണ് അങ്ങോട്ട് വിളിക്കേണ്ടതെന്ന് നമുക്ക് ചോദിക്കാം എന്ന്. അപ്പോൾ അത് കേൾക്കുന്ന ദേവി പറയും, അവളെ ഫ്രീ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് വിളിക്കാമല്ലോ. അതേ എടുത്ത് പറഞ്ഞത് ശരിയാ, ഇന്ന് വൈകിട്ട് വിളിക്കുമ്പം അതിനെപ്പറ്റി ചോദിക്കണം എന്ന് മീനു അപ്പോൾ പറയുകയാണേ. പാവം, ഈ ജോലി അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ മീനു, അവൾക്കത് കിട്ടിയാൽ മതിയായിരുന്നു. മീനു പറയും, നമ്മളൊരു കാര്യം 100% ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിലേ ഈ യൂണിവേഴ്സ് അത് നടത്തിത്തരും, അങ്ങനെയാ ശാസ്ത്രം. എടുത്ത് നോക്കിക്കോ, മിത്ര പോലീസ് യൂണിഫോം ഇട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും ഈ മുറ്റത്ത്. അവൾ അത്ര സിൻസിയറായിട്ടാണ് ആ ജോലി ആഗ്രഹിക്കുന്നത്, ആ ജോലി നേടണമെന്ന് അവൾക്ക് അത്ര ആഗ്രഹമുണ്ട്. അവളുടെ ആ സ്വപ്നം സത്യമാകും, അത് ഉറപ്പായിട്ട് സംഭവിക്കും. അപ്പോൾ ദേവി പറയും, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അത് നടന്നു കാണാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എടുത്ത് ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് മീനു ഇടയ്ക്കിടയ്ക്ക് ഇഡ്ഡലിയാണെങ്കിൽ സാമ്പാറി മുക്കി വായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മതി എന്ന് പറയാം, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് മുഴുവനും കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഏടത്തിക്കും കുഞ്ഞാവയ്ക്കും വിശക്കും എന്നും പറഞ്ഞ് മീനു ഓരോന്നൊക്കെ പറഞ്ഞ് ദേവിയെ കൊണ്ട് ആ ആഹാരം മുഴുവനും കഴിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ അലോക് എങ്ങനെയെങ്കിലും ദേവമംഗലത്ത് കയറി പറ്റാനായിട്ട് പഴുതുകൾ അന്വേഷിക്കുകയാണ്. അപ്പം സുകന്യയെ വിളിച്ച് സംസാരിക്കാൻ നോക്കുക, സുകന്യയോട് സഹായം ചോദിക്കാനായിട്ട്. പക്ഷെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ സുകന്യ ചേച്ചി ഇത് എവിടെ പോയി കിടക്കുക, അവരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഞാൻ തന്നെ കടക്കാം എന്നും പറഞ്ഞ് കൃഷ്ണമംഗലത്തെ മതിലൊക്കെ ചാടി ദേവമംഗലത്തേക്ക് പതിയെ പൂച്ചയെ പോലെ പമ്മി കടന്നു വരികയാണ് കേട്ടോ. ഇതേ സമയം ദേവിക്ക് ആഹാരമൊക്കെ കഴിപ്പിച്ചതിന് ശേഷം ടവലെടുത്ത് കൊടുക്കാനായിട്ട് മീനു ഒന്ന് എഴുന്നേക്കുക. അപ്പം ദേവി തനിയെ അതെടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതെങ്ങോട്ടാ ചാടി പോകുന്നത്, ഈ ചേച്ചി ഇവിടെ നിൽക്കുമ്പോഴേ എൻ്റെ ദേവി അനീതി അങ്ങനെ ഒന്നും സ്വയം ചെയ്യേണ്ട കാര്യമില്ല, ഇതാ ടവല് തുടച്ചോ എന്ന് പറയാം. എൻ്റെ മീനു, എനിക്ക് ഒരു ടവലൊക്കെ എടുക്കാനുള്ള ആരോഗ്യമുണ്ട്, ഞാനൊരു രോഗിയൊന്നും അല്ല, രോഗിയല്ലെന്നേ എനിക്കും അറിയാം, പക്ഷേ ഇപ്പം ഞാനിവിടെ ഉള്ളപ്പം ഒന്നും ചെയ്യണ്ട എൻ്റെ ഈ അനീതി എന്ന് പറയണം. ഓ ആയിക്കോട്ടെ ചേച്ചി എന്നപ്പം ദേവി പറയൂ കേട്ടോ. അപ്പം രണ്ടുപേരോട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് ദേവിയുടെ വയറ്റിൽ കുഞ്ഞിൻ്റെ ഒരു അനക്കം അറിയാം. അപ്പം ദേവി ഇങ്ങനെ പയ്യെ ഞെട്ടിയ പോലെ നിൽക്കുകയാണേ. എന്താ എടുത്തി, എന്താ കാര്യം, കുഞ്ഞ് അനങ്ങുന്നുണ്ട്, അതെയോ എന്നും പറഞ്ഞ് മീനു ഓടി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് വയറിനോട് ചേർന്ന് കാതിങ്ങനെ വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ദേവിയാണ് കിക്കിളി കൂടുന്നു. മീനു, അയ്യോ എനിക്ക് ചിരിക്കാൻ വരുന്നു, നീ മാറിക്കേ എന്ന് പറയാം, ഒന്ന് പൊയ്ക്കേ, ഞാൻ എൻ്റെ കുഞ്ഞുവാവയോടൊന്ന് സംസാരിക്കട്ടെ. ഹലോ എന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെവി ചേർത്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. ഹലോ വാവേ, ഞാനേ നിൻ്റെ ചെറിയമ്മയാണ് കേട്ടോ, മീനാക്ഷി. മീനു എന്ന് നീ എന്നെ വിളിച്ചോ? അയ്യടാ കുഞ്ഞങ്ങനെ നിന്നെ പേരൊന്നും വിളിക്കണ്ട, ചെറിയമ്മയെന്ന് വിളിച്ചാൽ മതി. അതെ, അവൻ്റെ ഇഷ്ടമാണ്, ഏടത്തി ഒന്നും ഇപ്പോഴേ തീരുമാനിക്കേണ്ട. ഓ നീ എന്നാ പറ എന്നപ്പം ദേവി പറയൂട്ടോ. നിനക്ക് എന്നെ കൂടാതെ 2 ചെറിയമ്മമാർ കൂടി ഉണ്ട്, മിത്ര ചെറിയമ്മ പിന്നെ അനുമോള്. മിത്ര ചെറിയമ്മേ പോലീസ് അവൻ ട്രെയിനിങ്ങിന് പോയേക്കാം, ഉടനെ തന്നെ മടങ്ങി വരും. പിന്നെ ഞാനിപ്പം ഇവിടെ നിൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. നിൻ്റെ വരവും കാത്ത് ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക, പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ഞങ്ങൾ തരുന്ന ആഹാരമൊക്കെ ഒരു മടിയും കൂടാതെ നീ കഴിക്കണം കേട്ടോ വാവേ എന്നൊക്കെ പറയാം. മതി സംസാരിച്ചത്, എനിക്ക് ഇക്കിളി എടുത്തിട്ട് പാടില്ല പെണ്ണെ, അങ്ങ് മാറിക്കേ. ഒരു ഇക്കിളിക്കാരി എന്നും പറഞ്ഞ് മീനും അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ് കേട്ടോ. ഞാനും എൻ്റെ വാവയും കൂടി കൊച്ചു വർത്താനം പറയാൻ നിൻ്റെ അമ്മ സംസാരിക്കുന്നില്ലല്ലോ എന്നപ്പോൾ പറയാം. ദേ വീണ്ടും ചവിട്ടുന്നു, എന്നെ മിണ്ടാൻ സമ്മതിക്കാത്തത് കൊണ്ടാ ഇപ്പം കിട്ടിയല്ലോ എന്നപ്പോൾ മീന് ചോദിക്കാം. എൻ്റെ ഇടത്തി വയറ്റിൽ കിടക്കുമ്പം ഇതുപോലെ പുകിലെങ്കിലേ ഒരു 9 മാസം കഴിഞ്ഞ് ഇവനൊന്ന് റിലീസ് ആയിക്കോട്ടെ, ഈ ദേവമംഗലം എടുത്ത് തിരിച്ചു വെക്കും ഇവൻ എന്ന് പറയാണ്. അപ്പം ദേവി അത് കേട്ട് ചിരിക്കും കേട്ടോ. പതുക്കെ ചിരിച്ചാൽ മതി, വയറുളുക്കും, ഞങ്ങളുടെ വാവയ്ക്ക് വേദന എടുക്കും. മതി, നിന്നെ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാക്കില്ല, നീ എന്നെ ചിരിപ്പിച്ചു കൊള്ളും മീനു, നീ വിട്ടോ വേഗം വിട്ടോ,
ഞാൻ പാത്രം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ദേവി പാത്രം എടുക്കുമ്പോഴത്തേക്കും മീനു പറയും പാത്രം ഒന്നും എടുക്കണ്ട, ഞാൻ എടുത്തോളാം. പിന്നെ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാനിങ്ങോട്ട് വരും എന്ന് പറയാം. ഓ ആയിക്കോട്ടെ എടത്തി അമ്മേ എന്നപ്പോൾ ദേവി കളിയാക്കി മീനുവിനോട് പറയൂ കേട്ടോ. അപ്പം മീനു അവിടെ നിന്ന് അങ്ങോട്ട് പോവാ. എന്നിട്ട് തിരിഞ്ഞ് ദേവിയെ നോക്കും. എന്നാൽ ശരി, ഈ പേടി വേണം എന്നെ, മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, ചാടിത്തുള്ളി നടക്കരുത് എന്ന് പറഞ്ഞിട്ട് മീനു വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ ദേവി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണേ. അതേസമയം അലോകാണെങ്കിൽ പാത്തും പതുങ്ങിയും ഒരു വിധത്തിൽ ദേവമംഗലത്ത് എത്തിച്ചേരുകയാണ്. സുഖിനിയാണെങ്കിൽ അലോകിനെ നോക്കി വാതയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടുക്കള വാതക്കലിൻ്റെ ജനലിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുക. എന്നിട്ടാണെങ്കിൽ പറയും, അലോകെ നീ ഇതിലൂടെ വരരുത്, നിനക്ക് ഞാൻ അടുക്കള വാതിലിൽ തുറന്നു തരാം, അതിലൂടെ വാ എന്ന് പറയാം. അപ്പോൾ അലോക് പറയും ആയിക്കോട്ടെ ചേച്ചി എന്ന് പറയണം കേട്ടോ. എന്നിട്ട് പാത്തും പതുങ്ങിയും അടുക്കള ചെന്ന് വാതിൽ തുറക്കാനായിട്ട് നോക്കുവാണേ. പെട്ടെന്ന് അലോക് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും മീനു പാത്രങ്ങളുമായിട്ട് അടുക്കളയൊക്കെ വരിക. അല്ല സുഖിനി ചേച്ചി എന്താ ഇവിടെ ഈ ചെയ്യുന്നത്? അല്ല ചേച്ചിയെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ലായിരുന്നല്ലോ, ഞാൻ കരുതി ഇവിടെ ഇല്ലെന്ന്. ഓ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മീനു. അത് പിന്നെ ആ ധർമ്മേട്ടൻ രാവിലെ തുണിയെല്ലാം എടുത്ത് കുഴച്ചു മറിച്ചിട്ടിട്ട് പോയിന്നേ, അതുകൊണ്ട് ധർമ്മേൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാനിന്ന് അടുക്കി ഒതുക്കി വെക്കുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നതേ ഉള്ളൂ. അല്ല മീനു എന്താ പാത്രങ്ങളൊക്കെ ആയിട്ട്? ഓ ഞാൻ ദേവിയടുത്തേക്ക് ആഹാരം കൊടുത്തതായിരുന്നു. അതായിരുന്നോ? അല്ല മീനു പാത്രം കഴുകണ്ട, ഞാനിത് കഴുകി വെച്ചോളാം എന്ന് പറയാം. അതൊന്നും സാരമില്ല സുഗന്യ ചേച്ചി, സുഗന്യ ചേച്ചിയുടെ കയ്യിലും ഇനി വെള്ളം ആക്കണ്ട, ഞാൻ എന്തായാലും കഴുകി തുടങ്ങിയല്ലോ, അതൊന്നും സാരമില്ല. ദേവി എൻ്റെയും കൂടി അനിയത്തിയല്ലേ, അവൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതിൽ എനിക്കൊരു മടിയില്ല. കഴിച്ച പാത്രമല്ലേ, അത് ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറയാം. അത് സാരമില്ല ചേച്ചി, ഞാൻ കഴുകിക്കോളാം. വേണ്ടെന്നേ, മീനുവിന് ജോലി ഉണ്ടല്ലോ, മീനുവിൻ്റെ ജോലി പോയി ചെയ്തോ, അല്ലെങ്കിൽ വേണ്ട, ദേവി അവിടെ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നേ, ദേവിയുടെ അടുത്തേക്ക് ചെല്ല എന്ന് പറയാം. അത് സാരമില്ല, ദേവി അടുത്ത് ഇപ്പോൾ കിടക്കുക, അതുകൊണ്ട് ഇപ്പോൾ ഉടനെ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സുഗന്യ ചേച്ചി എന്ന് പറയണം. എങ്കിൽ പിന്നെ മീനു ആഹാരം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ എന്ന് പറയാം. ഓ എനിക്ക് വിശക്കുന്നില്ല, ഞാൻ കുറച്ച് കഴിയുമ്പം കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, മീനുവിനെ ഞാൻ ആഹാരം എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്ലേറ്റ് എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുക. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം സുഗന്യച്ചി എന്ന് അപ്പം മീനു പറയും കേട്ടോ. മീനു വേഗം ആഹാരം കഴിക്കുക, എന്നിട്ടെന്തോ ലീവ് എടുത്തേക്കുന്നത് ജോലി ചെയ്യാനല്ലേ, ജോലി പോയി ചെയ്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറയാം. സമയത്ത് ആഹാരം കഴിക്കണം, എനിക്ക് വേണ്ടാഞ്ഞിട്ട് ചേച്ചി, വിശപ്പ് തോന്നുന്നില്ല, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് മീനു പറഞ്ഞ് അടുക്കള തന്നെ നിൽക്കുകയാണ്. നീ എന്ന് ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പം നിനക്ക് വിശക്കും, ഞാനും ഒന്നും കഴിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് സുകന്യ പറയും. എന്നാൽ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം, ദേവി എടുത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നും കൂടി പോയി ചോദിച്ചിട്ട് വരാം. എന്നാൽ നീ പോയി ചോദിച്ചിട്ട് വാ, എന്നിട്ട് ഫ്രഷ് ആയിട്ട് വേഗം വാ, ഞാൻ ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാമല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പം മീനു അവിടെ നിന്ന് പോവാണേ. അപ്പം സുഗനി ഒന്ന് ആശ്വാസത്തോടെ ശ്വാസം വിടുക, എന്നിട്ട് പതിയെ വാതിൽ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. കയറി വാ, വേഗം വാ, ആ മീനു അവിടുന്ന് പോയിട്ടുണ്ട്, നീ സൂക്ഷിച്ചൊക്കെ അവളുടെ റൂമിലേക്ക് പോണേ എന്ന് സുഗനി പറഞ്ഞ് കൊടുക്കുക. നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ, ഹാളിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ, എൻ്റെ പിന്നാലെ നീ വന്നാൽ മതി കേട്ടോ എന്ന് പറയുകയാണേ. ഇതേ സമയം അനുവാണ് അവളുടെ റൂമിലിരുന്ന് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അലോക് അനുവിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അനുവാണെങ്കിൽ ഇരുന്ന് പഠിക്കുന്ന കാണുമ്പോൾ അവളവിടെ സമാധാനത്തോടെ ഇരിക്കുക, നിന്റെ സമാധാനം ഞാൻ ഇപ്പം കളഞ്ഞു തരാടി എന്ന് അലോക് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അനു എന്ന് വിളിക്കുക. അത് കേൾക്കുമ്പം അനുസരി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അലോക് നീ ഇങ്ങോട്ട് കയറി വന്നോ, നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കണമായിരുന്നു മോളെ, നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എനിക്ക് നിന്നോട് മാപ്പേറ്റു പറയണമായിരുന്നു, നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും പറഞ്ഞ് അലോകം കരഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. അപ്പം അനുസരി പറയും, എനിക്ക് നിന്നോട് ഇപ്പോൾ സ്നേഹമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല, ദയവേത് നീ ഇവിടെ നിന്ന് പോ എന്നും പറഞ്ഞ് ഒച്ച എടുക്കുകയോ. അപ്പോഴത്തേക്കും അലോക് അവളുടെ വായ കയറി കൈ വെച്ച് അടച്ചിങ്ങനെ പിടിക്കും കേട്ടോ, സംസാരിക്കാതിരിക്കാൻ. അനു നീ ഇങ്ങനെ ഒച്ച വെക്കില്ലേ, നീ പതിയെ പറഞ്ഞാലും എനിക്ക് കേൾക്കാം, കൈ മാറ്റുക എന്നും പറഞ്ഞ് അനുവാണെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ പറയും, നീ സൗണ്ട് ഉണ്ടാക്കരുത്, എങ്കിൽ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് പതിയെ കൈ പിൻവലിക്കുകയാണ് കേട്ടോ. എടാ നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ, വീണ്ടും നീ എന്തിനാ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നത്? നിന്നോടൊരു സ്നേഹവും മണ്ണാങ്കട്ടയൊന്നും എനിക്കിപ്പോൾ ഇല്ല, എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ട് നിനക്ക് എൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കാൻ എങ്ങനെ തോന്നിയടാ എന്ന് പറയാം. അനു നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, പക്ഷെ നിന്നോടുള്ള എൻ്റെ സ്നേഹം അത് യാഥാർത്ഥ്യമോ മോളെ, അതിലൊരു കളങ്കവും ഞാൻ ചേർത്തിട്ടില്ല, നീ ഇല്ലാതെ എനിക്ക് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണേ. പെട്ടെന്ന് അലോകിൻ്റെ കൈ തട്ടി ഒരു ഗ്ലാസ് താഴെ വീഴുക. അപ്പം ഹാളിൽ നിന്നിരുന്ന മീനു ആ സൗണ്ട് കേൾക്കുക. അനു മോളെ എന്താ അവിടുന്ന് ഒരു സൗണ്ട് എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും അനു പറയും,
അയ്യോ ചേച്ചി അതെൻ്റെ കണ്ണിൽ നിന്നൊരു ഗ്ലാസ് താഴെ വീണതാ, ഒരു കുഴപ്പമില്ല. ആ ശരിക്കും ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാനിവിടെ ഉണ്ട്, അമ്മ ഇവിടെ ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ആ ശരി മീൻ ചേച്ചി എന്ന് പറഞ്ഞ് അനു വീണ്ടും അലോകിൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ഈ സൗണ്ട് കേട്ടുണ്ട് ഒന്നും അറിയാത്ത രീതിയിൽ സുകന്യ കയറി വരിക. ചേച്ചി കണ്ടില്ലേ ഇവൻ ഇങ്ങോട്ട് കയറി വന്നത്, ഇന്നലെ ചേച്ചി എനിക്ക് വാക്ക് തന്നതല്ലേ ഇവനെ ഈ വീട്ടിലേക്ക് കയറ്റാതെ നോക്കിക്കൊള്ളാന്ന്, എന്നിട്ട് എങ്ങനെ ഇവനിവിടെ കയറി എന്ന് ചോദിക്കാം. എൻ്റെ മോളെ എനിക്കറിയില്ല, ഞാൻ ഇവനോട് ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാ, അപ്പോൾ ഒന്നും മിണ്ടാതെ ഇവൻ നിന്നതാ, ഞാൻ കരുതിയോ ഇവൻ ഇങ്ങോട്ട് വരുമെന്ന്, ഇവന് ഞരമ്പ് മുറിച്ച് ചാകും നീയില്ലെങ്കിൽ എന്നും പറഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്, ഞാൻ വരുമെന്ന് കരുതിയില്ല. അനു നിന്നെ നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല, നീ പോയി ചാവട നാശം പിടിച്ചവനെ, ആദ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ അനു പറയാണ് കേട്ടോ. അപ്പം സുകന്യയും അന്തം വിട്ട് നിൽക്കുക. അനു അങ്ങനെ പറയുന്നത് രണ്ടുപേരും കരുതുന്നില്ല. അനു ദയവ് ചെയ്ത് നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന് അലോക് വീണ്ടും പറയുവാണ് കേട്ടോ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് കളകറഞ്ഞ സ്നേഹമാണ് എന്ന് പറയാം. അപ്പം സുകന്യാണെങ്കിൽ കണ്ണ് കാണിക്കുകയാണ് അലോകിനോട്, വീണ്ടും സെൻറ്റിമെൻറ്റ്സ് ചേർത്ത് സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പം അലോക് പറയും, അനു മോളെ നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നീ ഇപ്പം എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ റൂമിൽ കിടന്ന് ഞാൻ മരിക്കും, നിന്റെ മുന്നിൽ കിടന്ന് പെടഞ്ഞ് മരിക്കും എന്ന് പറയാം. ദേ അലോക് നീ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ ഒന്ന് ഇറങ്ങി പോകാൻ നോക്ക്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അപ്പം സുകന്യ പറയും, ഇവനൊരു പാഠം പഠിപ്പിക്കാൻ നമുക്ക്, ഇപ്പം തന്നെ ദേവിനെ മീനുവിനെയൊക്കെ പോയി ഞാൻ വിളിച്ചുകൊണ്ട് വരാം, അവർ തന്നെ ഇവനൊരു പാഠം പഠിപ്പിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അനു പോയി വാതിലടയ്ക്കും. എൻ്റെ സുകന്യ ചേച്ചി ഇത് എന്ത് വിചാരിച്ച് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്, ദയവ് ചെയ്ത് നീ ഒന്ന് ആരും കാണാതെ പോ, നീ ഇങ്ങോട്ട് കയറി വന്ന പോലെ തന്നെ ഒന്ന് പോകാൻ നോക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും അലോക് പറയും, അനു നീ എന്നോട് ക്ഷമിച്ചെന്നൊരു വാക്ക് പറയാതെ ഇവിടുന്ന് ഞാൻ പോകുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞ് അവിടെ കിടന്നൊരു കസേര കയറിയിരിക്കുക. നീ ഇത് എന്ത് ഭാവിച്ച ആലോകെ, ഇവിടെ തന്നെ താമസിക്കാൻ പോവാണോ, നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല, ഇനി നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ നിന്റെ ഈ മുറിയിൽ നിന്റെ മുന്നിൽ കിടന്ന് ഞാൻ മരിക്കുന്നത് നീ കാണും, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അലോകെ എന്ന് അപ്പം അനു പറയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മരണം കണ്ടിട്ടെങ്കിലും നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിലോ എന്നും പറഞ്ഞ് വാശിയോട് കൂടി ഇരിക്കാം. അപ്പോഴത്തേക്കും അനു ആണെങ്കിൽ അലോകിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ തല്ലുക. നിനക്കിത് എന്തിൻ്റെ സൂക്കേടാ, നീ ഒന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ, മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. പെട്ടെന്ന് ഗോമതി വരുന്ന സൗണ്ട് കേൾക്കാണ് കേട്ടോ. ഗോമതി ഹാളിൽ വന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ദേവിയെ വിളിക്കുക. മോളെ ദേവി, ദാ പലഹാരങ്ങളൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്, മോളിത് വന്ന് കഴിച്ചേ. അത് കേൾക്കുമ്പോഴത്തേക്കും അനുസരിച്ച് പേടിക്കാം. അയ്യോ അമ്മയും വന്നു, ദൈവമേ അമ്മ ഇപ്പോഴെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ എന്ത് പറയും, നീ ഒന്ന് പോ, നിന്നോട് ആരാ പറഞ്ഞ ഇങ്ങോട്ട് വരാൻ, ഇപ്പം കണ്ടില്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വഷളാക്കിയപ്പോൾ നിനക്ക് സമാധാനം ആയോ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്ക് അലോക് മനസ്സിൽ പറയും, എനിക്ക് വേണ്ടതും അത് തന്നെയാടി, പ്രശ്നം വഷളാകണം, നിന്റെ വീട്ടുകാരെന്നെ മുറിയിൽ നിന്ന് പിടിക്കണം, എന്നിട്ട് അവർ നിന്നെ കൊണ്ട് എന്നെ കെട്ടിക്കണം, അത് തന്നെയാ എൻ്റെയും സുകന്യ ചേച്ചിയുടെ ആഗ്രഹം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗോമതിയുടെ അടുത്തേക്ക് ദേവി വരിക. എന്താ അമ്മേ, ദേ മോക്ക് വേണ്ടി അമ്മ അട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഇലയടാ എടുത്ത് കഴിച്ചേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത് എന്ന് പറയൂട്ടോ. അപ്പം മീനും അങ്ങോട്ട് വരിക. അമ്മേ ഏടത്തേക്ക് മാത്രമേ ഉള്ളൂ അട, എനിക്കും ഉണ്ട് കേട്ടോ ആഗ്രഹങ്ങളൊക്കെ, എനിക്കും തരാം. ഓഹോ നിനക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ, നിന്റെ അവസരം വരുമ്പം ഇവർക്ക് കൊടുക്കുന്ന പോലെ നിനക്ക് ഞാൻ വേണ്ടതെല്ലാം ഉണ്ടാക്കി തരും എന്ന് പറയാം. അമ്മേ ഇപ്പം അവൾക്കൊരു അട എടുത്ത് കൊടുക്കമ്മേ എന്നപ്പം ദേവി പറയൂട്ടോ. അപ്പോഴത്തേക്ക് മീനുൻ്റെ ചെവി പിടിക്കാൻ വന്ന ഗോമതി ഒരട എടുത്ത് നമ്മുടെ മീനുൻ്റെ കയ്യിലേക്കും കൊടുക്കാം. ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മേ, നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് മീനു വിളിക്കും, അനു മോളെ എടി വാ എന്നും പറഞ്ഞ് വിളിക്കാണ് കേട്ടോ. അയ്യോ എടുത്ത് വിളിക്കുന്നു, ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് അനു ടെൻഷൻ അടിച്ചിരിക്കാം. അപ്പോൾ സുകന്യ ഹാളിലേക്ക് വരിക. അപ്പോൾ സുകന്യെ കാണുമ്പം ദേവി പറയും, ദേ സുകന്യേച്ചി അമ്മ അട കൊണ്ടുവന്നിട്ടുണ്ട്, ദേ ഇത് കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. അയ്യോ വേണ്ട ഞാൻ റൂമിൽ പോയി കഴിച്ചോളാം. അപ്പോൾ ഗോമതി പറയും, റൂമിൽ പോയൊക്കെ എന്തിനാ കഴിക്കുന്നത്, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയല്ലേ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം, സുകന്യ ഇതെടുത്ത് കഴിച്ചു നോക്ക്, സുകന്യക്ക് ഇഷ്ടപ്പെടും എന്ന് പറയണം കേട്ടോ. അപ്പോൾ സുകന്യയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.